ഉത്സവങ്ങൾക്ക് ആനയിടിഞ്ഞുണ്ടാകുന്ന അക്രമങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കുമുള്ള ബാധ്യത ഉടമയ്ക്കും പാപ്പാന്മാർക്കുമാണെന്ന കോടതി ഉത്തരവിനെതിരെ ആനയുടമകളും പാപ്പാന്മാരും രംഗത്ത്. സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങി ആനയുടമകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം വന്നതോടെ നിരവധി കെട്ടിടങ്ങൾക്ക് നമ്പർ മാറും. സംസ്ഥാനത്ത് 1.5 കോടി കെട്ടിടങ്ങൾക്ക് നമ്പർ മാറിയേക്കും. തൃശൂർ പടിഞ്ഞാറേക്കോട്ട പൂങ്കുന്നം റോഡിൽ ഫുട്പാത്തിൽ പൊതു ശൌചാലയങ്ങൾ നിർമ്മിക്കുന്നുവെന്ന ആരോപണം. കോർപ്പറേഷനെതിരെ പരാതിയുമായി പരിസരവാസികൾ. തൃശൂർ കോർപ്പറേഷന്റെ കൂർക്കഞ്ചേരി സോണൽ ഓഫീസ് നവീകരണത്തിന്റെ ഭാഗമായി നെടുപുഴയിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സോണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. വിദ്യാഭ്യാസ വായ്പയിലെ മുഴുവൻ തുകയും അടച്ചിട്ടും വായ്പ ക്ലോസ് ചെയ്തു തരുന്നില്ലെന്ന ആക്ഷേപം. കളക്ടർക്ക് പോലീസിലും പരാതി നൽകി ഉള്ളൂർ സ്വദേശികളായ ദമ്പതികൾ. ത്യാഗസ്മരണയിൽ ബലിപ്പെരുന്നാൾ നാൾ. ബലിപ്പെരുന്നാൾ ആഘോഷിക്കാനൊരുങ്ങി മുസ്ലിം വിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ തോട്ടത്തിൽ പുലിയിറങ്ങി പശുക്കിടാവിനെ കൊന്നു. ആളുകളുടെ ശബ്ദം കേട്ട് പുലി കാട്ടിലേക്ക് ഓടിപ്പോയി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഉത്സവങ്ങൾക്ക് ആനയിടിഞ്ഞുണ്ടാകുന്ന ആക്രമണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കുമുള്ള ബാധ്യത ഉടമയ്ക്കും പാപ്പാന്മാർക്കുമാണെന്ന കോടതി ഉത്തരവിനെതിരെ ആനയുടമകളും പാപ്പാന്മാരും രംഗത്ത്. സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങി ആനയുടമകൾ. ഉത്സവാഘോഷങ്ങളിലും പരിപാടികളിലും മറ്റ് യാത്രയ്ക്കുമിടയിൽ ആനയിടഞ്ഞ് ആക്രമണം നടത്തിയാൽ പൂർണ്ണ ഉത്തരവാദിത്തം ഉടമയും പാപ്പാന്മാരും ഏറ്റെടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ആനയിടഞ്ഞുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യതയും ഇവർക്കാണെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. എന്നാൽ ഈ ഉത്തരവ് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ആനയുടമകളും പാപ്പാന്മാരും. ഞങ്ങളിതിനെ കൊണ്ടുപോയിട്ട് ജീവിക്കണം ബുദ്ധിമുട്ടും നമ്മൾ കഷ്ടപ്പാട്. ഒരു ദിവസം നമ്മൾ മുഴുവനും ഉറക്കൊഴിച്ചിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ഞങ്ങളെന്താ വെച്ചാൽ പാവപ്പെട്ട കുടുംബങ്ങളാണ്. നമുക്ക് അവർ ഇത്ര ഉറുപ്പ്യ നഷ്ടപരിഹാരം പറഞ്ഞാൽ കൊടുക്കാനുള്ള സാമ്പത്തികം നമ്മുടെ അടുത്തില്ല. വേറെ തൊഴിലിന് നമ്മൾ കൊണ്ടുവരിക്കും. ആനകളെ തൊടുന്നത്, ആനയുടെ കൊമ്പ് വന്ന് ഫോട്ടോ എടുക്കുന്നത്, അത് ഫാൻസികളും ആനപ്രേമികളും മറ്റേ ഇവരുണ്ട്. അതിലൊന്നും നമ്മൾ ഉത്തരവാദിത്തം. നമുക്ക് എന്താ, നമ്മൾ കമ്മിറ്റി സ്ഥലത്ത് പോയാൽ അത് പരിപാടികൾ ഭംഗിയാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കമ്മിറ്റിക്കാർ അത് ഉത്തരവാദിത്തം എടുക്കുക. ഇവിടുന്ന് ആന ഉടമസ്ഥൻ അവരെ ചെയ്യേണ്ടത്. തൊഴിലാളികൾ എന്തിരുന്നു, ഞങ്ങൾക്ക് ഈ 3-4 ഉറുപ്പ്യ ശമ്പളം, അത് കഴിഞ്ഞ് നമുക്ക് കിട്ടണത് എന്തേ, ഈ ബാറ്റ. ഇതല്ലേ ഉള്ളൂ. അതിന് ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കുക ചെയ്യുക, ഞങ്ങൾ നമ്മുടെ കുടുംബം ജീവിക്കുക. ആനകളെ പ്രകോപിപ്പിച്ചും ലേസർ അടക്കമുള്ളവ പ്രയോഗിച്ചും ആനയിടയുമ്പോൾ പൂർണ്ണ ഉത്തരവാദിത്തം തങ്ങൾ മാത്രം ഏറ്റെടുക്കേണ്ടി വരുന്ന കോടതിയുടെ നിലപാട് ശരിയല്ലെന്നും ഇവർ പറയുന്നു. എന്തുകൊണ്ടാണ് ഈ ആന ഇടഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളതിന്റെ കാരണമാണ് അറിയേണ്ടത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ലേസർ ഉപയോഗിച്ചുകൊണ്ട് ആന ഇടഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ കേസ് പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലും അന്വേഷണം ഇല്ലാത്ത തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആന എഴുന്നള്ളിപ്പ് നടക്കുന്നത് സുപ്രീം കോടതിയുടെ ചില വിധികളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ ആന എഴുന്നള്ളിപ്പ് ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഇപ്പോൾ ഉടമസ്ഥനാണെങ്കിലും അതുപോലെ ആനപ്പാപ്പാനാണെങ്കിലും ആന ഇടഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടികൾ വരും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ആനയെ പുറത്തേക്ക് വിടാനായിട്ട് തയ്യാറാവില്ല. ആന എഴുന്നള്ളിപ്പ് തൃശ്ശൂർ പൂരം പോലും ഇത്രയും നല്ല രീതിയിൽ നടത്തുവാനായിട്ട് സാധിച്ചത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ വീണ്ടും നമ്മൾ സുപ്രീം കോടതിയിലേക്ക് തന്നെ സമീപിക്കേണ്ടതായിട്ട് വരും. അതിനുവേണ്ട കാര്യങ്ങൾ കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ ചെയ്യുന്നുണ്ട്. NGOകൾ പല മേഖലകളിലും പിടിമുറുക്കുകയും ഉത്തരവുകൾ സമ്പാദിക്കുകയും ചെയ്ത് ഉത്സവാഘോഷങ്ങളും ആന എഴുന്നള്ളിപ്പുകളും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആനയുടമകളുടെ ആരോപണം. ക്ഷേത്രോത്സവങ്ങളിൽ ആനയിടഞ്ഞ് ആക്രമണം നടത്തിയാൽ ഉത്തരവാദിത്വം ആനയുടമകൾക്കും ആനപ്പാപ്പാന്മാർക്കുമാണെന്ന കോടതി വിധി അംഗീകരിക്കാനാകില്ലെന്നാണ് ഇവർ പറയുന്നത്. ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ആനയുടമകൾ. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCB ന്യൂസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം വന്നതോടെ നിരവധി കെട്ടിടങ്ങൾക്ക് നമ്പർ മാറും. സംസ്ഥാനത്ത് 1.5 കോടി കെട്ടിടങ്ങൾക്ക് നമ്പർ മാറിയേക്കും. തദ്ദേശ വാർഡ് വിഭജനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്പർ മാറ്റം. വാർഡ് വിഭജിക്കുമ്പോൾ ഒരേ വാർഡിൽ പലതരം നമ്പറുകൾ എന്ന ആശയക്കുഴപ്പം ഒഴിവാക്കാനാണ് നമ്പർ മാറ്റം. എല്ലാ കെട്ടിടങ്ങൾക്കും സ്ഥിരം ഡിജിറ്റൽ പിൻ നമ്പർ നൽകുമെന്നാണ് സൂചന. ഓരോ കെട്ടിടത്തെയും ഡോറായി കണക്കാക്കി 9 അക്ക പിൻ നമ്പർ നൽകുന്ന സമ്പ്രദായമാണിത്. ഇതിനായി മുഴുവൻ കെട്ടിടങ്ങളിലും ഫീൽഡ് പരിശോധന നടത്തി ജിയോ ടാഗ് ചെയ്യേണ്ടി വരും. അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. TCV തൃശൂർ.
തൃശൂർ പടിഞ്ഞാറേക്കോട്ട പൂങ്ങുന്ന റോഡിൽ ഫുട്പാത്തിൽ പൊതു ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നുവെന്ന് ആരോപണം. കോർപ്പറേഷനെതിരെ പരാതിയുമായി പരിസരവാസികൾ. പടിഞ്ഞാറേക്കോട്ട പൂങ്കുന്നം റോഡിൽ അച്യുതമേനോൻ പാർക്കിന് സമീപം ഫുട്പാത്തിലാണ് 30 ലക്ഷത്തോളം രൂപ ചെലവിട്ട് കോർപ്പറേഷൻ പൊതു ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതെന്ന് ആരോപണമുയർന്നിരിക്കുന്നത്. 50 മീറ്റർ അപ്പുറത്ത് കോർപ്പറേഷന്റെ തന്നെ പൊതു ശൗചാലയം വേറെയുണ്ടായിട്ടും ഫുട്പാത്തിൽ വീണ്ടും ശൗചാലയം നിർമ്മിക്കുന്നത് തെറ്റായ നടപടിയാണെന്ന് പരിസരവാസികൾ പറഞ്ഞു. ശരിക്കും ഒരു പബ്ലിക് ടോയ്ലറ്റ് ആവശ്യമുണ്ടെന്നുള്ളത് ഞങ്ങൾ പരിസരവാസികൾ ആരും കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒന്നാമത് ഇവിടെ ഒരു ഫുട്പാത്ത് ഇല്ല. ഇതിൽ വളരെയധികം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ വരുന്ന ഒരു റോഡാണ്. പബ്ലിക് ടോയ്ലറ്റ് ഇവിടെ വരുമ്പോൾ പരിസരവാസികൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. മദ്യപിക്കുന്നതും മറ്റു കാര്യങ്ങളും ഒരുപാട് അനാശാസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടുന്ന് ഒഴിവാക്കണം. നിർമ്മാണത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് ജില്ലാ കളക്ടർ കോർപ്പറേഷൻ സെക്രട്ടറിയോട് ഉചിതമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചുവെങ്കിലും കോർപ്പറേഷൻ നിർമ്മാണ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. ശൗചാലയങ്ങളുടെ തറ നിർമ്മാണം ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. സമീപത്തെ അച്യുതമേനോൻ പാർക്കിൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം ഏറെയാണ്. ഈ സാഹചര്യത്തിൽ സമീപത്തെ ഫുട്പാത്തിൽ പരിസരവാസികളുടെ സമ്മതമില്ലാതെയുള്ള പൊതു ശൗചാലയ നിർമ്മാണം സാമൂഹ്യവിരുദ്ധ ശല്യം ഇരട്ടിയാക്കാനേ ഉപകരിക്കൂ. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ ഫുട്പാത്ത് ഇല്ലാതാക്കി പൊതു ശൗചാലയം നിർമ്മിക്കേണ്ട ആവശ്യമില്ലെന്നും പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷന് സമീപത്തായി സ്ഥാപിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമാകുകയെന്നും പരിസരവാസികൾ പറഞ്ഞു. ഒരു 50 മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ശൗചാലയം ഉണ്ട്, ഇവിടെ തൊട്ട്. പിന്നെ ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടാ? സുപ്രീം കോടതി ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ളതാണ് എന്തെന്ന് ഫുട്പാത്ത് നിർബന്ധമായിട്ട് വേണമെന്ന്. ഇനി ഇവിടെ ഒരു ഫുട്പാത്ത് എവിടെ പണിയാ? ഇത്രയും ആൾക്കാർ നടന്നു പോകുന്ന ഭാഗത്ത് കൂടെ ഒരു ശൗചാലയം വെച്ചാൽ ആരാണ് അതിനകത്തേക്ക് ഈ പരിപാടി ചെയ്യാനായിട്ട് കയറി പോവുക? ആരെങ്കിലും ഒരാൾ പോവോ? ഇത് ഇവിടുത്തെ കൗൺസിലർമാരൊക്കെ വെട്ടിക്കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണ്. 30 ലക്ഷം രൂപയുടെ ബഡ്ജറ്റാണത്. എത്രയോ പണികൾ ഇവിടെ വേണ്ടാന്ന് വെച്ച് ചെയ്യുന്നത്. ഇവിടേക്ക് ഭയങ്കര ധൃതിയാണുള്ളത് ചെയ്യാനായിട്ട്. ഇത് വളരെ അനീതിയാണ്. ഇത് നിർത്തലാക്കാൻ വേണം. യാതൊരു കാരണവശാലും ഇവിടെ ഞങ്ങളിവിടെ താമസക്കാരാണ്. ഇവിടെ ഒരു ശൗചാലയത്തിൻ്റെ ഒരു ആവശ്യമില്ല. ഇവിടെ പോകേണ്ട ആൾക്കാരും ഇല്ല. ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരാളുടെ ഒരു ആവശ്യമില്ല ഇതിനകത്ത്. ഇവിടുത്തെ പൊതു ശൗചാലയ നിർമ്മാണം അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റി തലസ്ഥാനത്ത് ഫുട്പാത്ത് നിർമ്മിച്ച് റോഡും പരിസരവും സുരക്ഷിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV തൃശൂർ. തൃശൂർ കോർപ്പറേഷന്റെ കൂർക്കഞ്ചേരി സോണൽ ഓഫീസ് നവീകരണത്തിന്റെ ഭാഗമായി നെടുപുഴയിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സോണൽ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ കൂർക്കഞ്ചേരി സോണൽ ഓഫീസ് കെട്ടിടം പൊളിച്ചു പണിയുന്നതിന്റെ ഭാഗമായി വലിയാലുക്കലിൽ നിന്ന് പൊതുഗതാഗതം ഇല്ലാത്ത, ജനങ്ങൾക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള നെടുപുഴ വനിതാ വ്യവസായ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. സോണൽ ഓഫീസ് പുതുക്കി പണിയുന്നതിന് ആരും എതിരല്ലെന്നും ഓഫീസ് താൽക്കാലികമായി മാറ്റുന്നത് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് ആയിരിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. നിലവിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് സോണൽ ഓഫീസ് മാറ്റാനാണ് കോർപ്പറേഷൻ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇങ്ങോട്ട് ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷയും മാത്രമേ എത്തിച്ചേരുകയുള്ളൂ. ആളുകൾക്ക് സൗകര്യപ്രദമായി വന്നുപോകാൻ കഴിയുന്ന വിധം തൊട്ടടുത്ത് കാലങ്ങളായി പ്രവർത്തിക്കാതെ കിടക്കുന്ന തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള അയ്യങ്കാളി പട്ടികജാതി PSC കോച്ചിംഗ് സെന്ററിലേക്കോ തങ്കമണി കയറ്റത്തിന് സമീപമുള്ള കുടുംബശ്രീ ആസ്ഥാന മന്ദിരത്തിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന മുകൾ നിരയിലേക്കോ സോണൽ ഓഫീസ് മാറ്റണമെന്നാണ് ആവശ്യം. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കുറുക്കഞ്ചേരി സോണൽ ഇപ്പോൾ പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള സ്ഥലങ്ങളൊക്കെ പൊളിച്ചിട്ട് അതുപോലെ തന്നെ പണി പൂർത്തീകരിക്കാതെ നിൽക്കുന്നത്. നമ്മൾ വികസനത്തിന് എതിരല്ല. സോണൽ ഓഫീസ് പൊളിച്ച് പണിയണം. അതിന് ഞങ്ങൾ പ്രതിപക്ഷ കൗൺസിലർമാരൊന്നടങ്കം ഫുൾ സപ്പോർട്ടാണ്. പക്ഷേ ഇത് ആളുകൾക്ക് വന്നു പോകുന്ന സംവിധാനത്തിന് അടുത്ത് നല്ല സ്ഥലങ്ങളുള്ളപ്പോൾ ഒരു ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ പെട്ടെന്ന് പോവാൻ സൗകര്യമില്ലാത്ത സ്ഥലത്തേക്ക് അവിടേക്ക് മാറ്റാനാണ് ഇവർ തീരുമാനിച്ചത്. ജനങ്ങളുടെ ബുദ്ധിമുട്ടല്ല അവിടെ ആലോചിക്കുന്നത്. നമ്മുടെ സോണൽ ഓഫീസിൻ്റെ മുൻവശത്ത് തന്നെ പാർക്കിൻ്റെ പിന്നിൽ ഒരു ഹോള് ഒഴിഞ്ഞെടുക്കുന്നുണ്ട്, നല്ല ഹോള്. അതിലേക്ക് വേണമെങ്കിൽ മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ ജില്ലാ ആസ്ഥാനമുണ്ട്. അതിൻ്റെ മുകളിൽ കമ്മ്യൂണിറ്റി ഹാളുണ്ട്, ഷീ ലോഡ്ജ് ഉണ്ട്. അത് അടച്ചിട്ടേക്കാം. ഇതുവരെ ഒരു ഇതും നടക്കണില്ല. നല്ല ഹോൾ, ഒരു പണിയുണ്ട് അതിൽ. അത്രയും AC ആണ്, കസാരകളുണ്ട്, മേശകളുണ്ട്, എല്ലാ സംവിധാനമുള്ള ആ സ്ഥലത്തേക്ക് മാറ്റാതെ അവർ ഞങ്ങൾ പറയുന്നതാണ് നടക്കുള്ളൂ എന്നുള്ള ആ ഒരു മനോഭാവം, ആധിപത്യം, അത് നടക്കില്ല. അതിനാണ് ഞങ്ങൾ പ്രതിഷേധം വെച്ചത്. പനമുക്ക്, നെടുപുഴ, വടൂക്കര, കൂർക്കഞ്ചേരി, കണിമംഗലം, കണ്ണംകുളങ്ങര, ചിയാരം സൗത്ത്, ചിയാരം നോർത്ത്,
എന്നീ 8 ഡിവിഷനുകൾ ഉൾപ്പെട്ടതാണ് കൂർക്കഞ്ചേരി സോണൽ ഓഫീസ്. സോണൽ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിജോ കടവിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ആൻഡോ ചീനിക്കൽ, കൗൺസിലർമാരായ ജയപ്രകാശ് പൂവത്തിങ്കൽ, മുകേഷ് കൂളപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വിദ്യാഭ്യാസ വായ്പയിലെ മുഴുവൻ തുകയും അടച്ചിട്ടും വായ്പ ക്ലോസ് ചെയ്ത് തരുന്നില്ലെന്ന് ആക്ഷേപം. കളക്ടർക്കും പോലീസിലും പരാതി നൽകി ഒല്ലൂർ സ്വദേശികളായ ദമ്പതികൾ. ഇത് ഒല്ലൂർ മണലാറ്റ് തോണിവളപ്പിൽ പവിത്രന്റെ വീട്. പവിത്രന്റെ മകൻ ശ്രീഹരി 2018 കനറ ബാങ്കിന്റെ ഒല്ലൂരിലെ ശാഖയിൽ നിന്ന് 1.5 ലക്ഷം രൂപ വിദ്യാഭ്യാസ വായ്പയെടുക്കുന്നു. ഈ വിദ്യാഭ്യാസ വായ്പ വർഷങ്ങൾക്ക് ശേഷം വീട് ജപ്തിയിലേക്ക് വരെത്തി. തുടർന്ന് കുടുംബം ആ തുക പൂർണ്ണമായും അടച്ചു തീർത്തു. എന്നാൽ ലോൺ ക്ലോസ് ചെയ്ത് നൽകുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി. ശ്രീഹരിയുടെ അമ്മ ശശികല ഇതുമായി ബന്ധപ്പെട്ട് പറയും. അപ്പോൾ 2018 നമ്മൾ മോന് വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നത്. അത് കഴിഞ്ഞ് അവൻ്റെ കോഴ്സ് 2019 പൂർത്തിയായി. കുറച്ച് തവണ അവന് അടയ്ക്കാൻ പറ്റിയിരുന്നു. പിന്നെ അവന് കുറച്ച് സാമ്പത്തിക ഇഷ്യൂസ് വന്നതുകൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ കരുതിയത് അവൻ അടച്ചിരുന്നതാണ്. RR നോട്ടീസ് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ്. ഓക്കെ, ഇപ്പോൾ വിദ്യാഭ്യാസ വായ്പ പൂർണ്ണമായും അടച്ചു തീർത്തു. നിങ്ങൾ എന്താണ് ബാങ്ക് പറയുന്നത്? ബാങ്ക് നമ്മളെ NOC ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടി റിട്ടേൺ ലെറ്റർ എഴുതി കൊടുത്തപ്പോൾ മാം അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അത് മാത്രമല്ല മാം പറയണത് അഡീഷണൽ ആയിട്ട് ഒരു എമൗണ്ടും കൂടെ നിങ്ങൾ ഇതിൽ എന്താണ് ബാങ്ക് അങ്ങനെ പറയാൻ കാരണം? അവർ പറയണത് ഒരു ഗവൺമെന്റ് കൊടുത്ത ഗ്യാരണ്ടി എമൗണ്ട് ഉണ്ട്, CGFCL SCL എന്ന് പറഞ്ഞിട്ട്. ആ എമൗണ്ടിന്റെ തുകയും കൂടെ നമ്മൾ അടയ്ക്കണം എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുമായി അന്വേഷിച്ചോ? നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഈ തുക നമ്മളോട് അടയ്ക്കേണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഗവൺമെന്റ് ബാങ്കിന് കൊടുക്കുന്ന. പിന്നെ എന്താണ് ബാങ്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം? അവരെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മകൾക്കും കൂടെ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട്. അപ്പൊ മകളുടെ ലോണിൽ ഒരു പൈസയുടെ മിസ്റ്റേക്ക് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് കണ്ടപ്പോൾ മകളത് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ഈഗോയാണ് ഇപ്പൊ മാഡത്തിന് ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം. നമ്മൾ പരാതിയായിട്ട് കളക്ടറേറ്റിൽ പോയി. അവിടുന്ന് നമ്മളോട് ഇത് പ്രകാരമുള്ള തുക അടച്ച് ക്ലോസ് ചെയ്യാനാണ് പറഞ്ഞത്. മകളുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് 23-ാം തീയതി ജൂൺ 23-ാം തീയതി അദാലത്ത് വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ക്ലോസ് ചെയ്യാന്നുള്ള രീതിയിൽ തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടപ്പോൾ അവിടെ നിന്ന് മാഡം വന്ന് പറഞ്ഞത് ഞാൻ വൈകുന്നേരം 3-ാം തീയതി വൈകിട്ട് 4 മണിക്കുള്ളിൽ നിങ്ങളുടെ സകല ഡോക്യുമെന്റ്സും കൊണ്ട് തരാമെന്നാണ് പറഞ്ഞത്. വൈകിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ പോയപ്പോൾ അവർ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് തരാൻ ബുദ്ധിമുട്ടുണ്ട്, DD ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അത് കിട്ടിയിട്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതേസമയം ബാക്കി തുക അടയ്ക്കണമെന്ന നിലപാടിലാണ് ഒല്ലൂർ കനറ ബാങ്ക് മാനേജർ. തങ്ങൾ നിയമപരമായാണ് മുന്നോട്ട് പോകുന്നതെന്നും നിയമ നടപടി തുടരുമെന്നും കനറ ബാങ്ക് ഒല്ലൂർ ശാഖ മാനേജർ TCVയോട് പറഞ്ഞു. TCV, തൃശൂർ. ത്യാഗസ്മരണയിൽ നാളെ ബലിപ്പെരുന്നാൾ. ആത്മസമർപ്പണത്തിന്റെ ആഘോഷമാണ് ഓരോ വിശ്വാസിക്കും ഈ വലിയ പെരുന്നാൾ ദിനം. പരിപൂർണമായ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും ആഘോഷമാണ് ബലിപ്പെരുന്നാൾ. ദൈവപ്രീതിക്കായി ഏറ്റവും വിലപ്പെട്ടതുപോലും ത്യജിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്ന വിശ്വാസ തീക്ഷ്ണതയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. ദൈവകൽപ്പനയനുസരിച്ച് ഏകമകൻ ഇസ്മായിലിനെ ബലി നൽകാൻ പ്രവാചകൻ ഇബ്രാഹിം നബി തയ്യാറായി. ആ ത്യാഗസന്നദ്ധതയിൽ സംപ്രീതനായ അല്ലാഹു കുഞ്ഞിന് പകരം ആടിനെ ബലി നൽകാൻ കൽപ്പിച്ചു. മഹാത്യാഗത്തിന്റെ സ്മരണയുണർത്തുന്ന ഇബ്രാഹിം നബിയുടെ ജീവിതവും ദൈവവിധേയത്വവുമാണ് ബലിപ്പെരുന്നാളിന്റെ സന്ദേശം.
വലിയ പെരുന്നാൾ ദിനത്തിൽ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന വിശ്വാസികൾ സമർപ്പണത്തിന്റെ സന്ദേശമാണ് നൽകുന്നത്. പ്രിയങ്കരമായത് സമർപ്പിക്കുമ്പോൾ ദൈവത്തിലേക്കുള്ള വഴി സ്വയം തിരിച്ചറിയുന്നു. സ്നേഹത്തിനും സഹനത്തിനും ശാന്തിക്കുമായുള്ള പ്രാർത്ഥനകളാൽ പള്ളികളും ഈദ്ഗാഹുകളും മുഖരിതമാകും. സഹജീവികളുടെ കൈകൾ കോർത്തുപിടിച്ച് ആത്മീയതയുടെ നിർവൃതിയിൽ ആഹ്ലാദം കണ്ടെത്തി ഓരോ വിശ്വാസിയും വലിയ പെരുന്നാൾ ആഘോഷിക്കും. TCV ന്യൂസ്, തൃശൂർ. പ്ലാന്റേഷൻ കോർപ്പറേഷൻ വെറ്റിലപ്പാറ 17-ാം ബ്ലോക്കിൽ മേയാൻ വിട്ടിരുന്ന പശുക്കുട്ടിയെ പുലി ആക്രമിച്ച് വകവരുത്തി. പ്ലാന്റേഷൻ തൊഴിലാളി കുറ്റിയിൽ ബിജുവിന്റെ പശുക്കിടാവിനെയാണ് പുലി പിടിച്ചത്. എണ്ണപ്പനത്തോട്ടത്തിൽ തീറ്റയ്ക്ക് വിട്ടതായിരുന്നു ഉരുക്കളെ. ഇവയുടെ കരച്ചിൽ കേട്ടാണ് ആളുകൾ ഓടിയെത്തിയത്. ഇതോടെ പശുക്കുട്ടിയെ ആക്രമിക്കുകയായിരുന്ന പുലി ഓടിപ്പോയി. ഏതാനും മാസമായി പ്രദേശത്ത് പുലിയുടെ ശല്യം ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ചയിലെ സംഭവത്തോടെ നാട്ടുകാർ ഭീതിയിലാണ്. നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ വാഹനാപകടത്തിൽ മരിച്ചു. അപകടത്തിൽ ഷൈനിനും അമ്മയ്ക്കും പരിക്കേറ്റു. ചാക്കോയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. കുടുംബം സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ബാംഗ്ലൂരിലേക്ക് ഷൈനിന്റെ ചികിത്സാർത്ഥമായിരുന്നു കുടുംബത്തിന്റെ യാത്ര. അപകടം നടന്നയുടൻ പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചാക്കോയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മുൻ KPCC പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കോൺഗ്രസിന്റെ പുളിക്കുളം വാർഡ് കമ്മിറ്റി പ്രസിഡന്റായാണ് രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. പിന്നീട് കുന്നത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ശൂരനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രസിഡന്റായും പ്രൊഫസർ ജോസഫ് ടാജൻ, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപിയുടെ 88-ാം പിറന്നാൾ ആഘോഷവും പ്രഥമ ഗുരുഗോവിന്ദം പുരസ്കാര സമർപ്പണവും പേരാമംഗലത്ത് നടന്നു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കഥകളിയിലെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് ഗോപിയാശാൻ എന്ന് മന്ത്രി പറഞ്ഞു. സേവ്യർ ചിറ്റരപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ഗുരുഗോവിന്ദം പുരസ്കാരം കലാമണ്ഡലം ഷൺമുഖദാസിന് കലാമണ്ഡലം ഗോപിയും പത്നി ചന്ദ്രിക ഗോപിയും ചേർന്ന് സമ്മാനിച്ചു. പ്രശസ്തി പത്രം മന്ത്രി സമ്മാനിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, മിനി ബാനർജി, ഡോക്ടർ P വേണുഗോപാൽ, MV നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കഥകളി, തായമ്പക, മോഹിനിയാട്ടം, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി. പടിയൂരിൽ അമ്മയുടെയും മകളുടെയും കൊലപാതകത്തിൽ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പടിയൂർ 11-ാം വാർഡിൽ പഞ്ചായത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന വെള്ളാനി കൈതവളപ്പിൽ പരമേശ്വരൻ ഭാര്യ മണി, മകൾ രേഖ എന്നിവരെയാണ് ബുധനാഴ്ച ഉച്ചയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രതിയെന്ന് സംശയിക്കുന്ന മരണപ്പെട്ട രേഖയുടെ 2ാം ഭർത്താവായ കോട്ടയം കുറിച്ചി സ്വദേശി പ്രേംകുമാറിനെ കണ്ടെത്താനാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ഇയാൾ സംസ്ഥാനം വിടാനുള്ള സാധ്യതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്നതിനാൽ ഇയാൾ ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം തേടാനുള്ള സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ട്. അന്യസംസ്ഥാനത്തേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. 2019-ൽ ആദ്യ ഭാര്യ വിദ്യ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ ഉദയംപേരൂർ വിദ്യാ കൊലപാതക കേസിലെ പ്രതിയാണ് പ്രേംകുമാർ. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല.
ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. വരവൂർ പാലക്കലിൽ മദ്യലഹരിയിൽ യുവാവ് കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തി. പാലക്കൽ ക്ഷേത്രകുളത്തിന് മുൻപിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന 12ഉം 13ഉം വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് നേരെയാണ് ഷനീഷ് എന്നയാൾ ആക്രമിക്കുകയും അസഭ്യം പറയുകയും കളി തടസ്സപ്പെടുത്തുകയും ചെയ്തത്. ഇതറിഞ്ഞു വന്ന പ്രദേശവാസികൾക്ക് നേരെയും ലഹരിക്കടിമയായ ആൾ ആക്രമണം നടത്തി. മുൻപും സമാനമായ രീതിയിൽ ലഹരിക്കടിമപ്പെട്ട് വയോധികനെ ആക്രമിച്ചതിന് എരുമപ്പെട്ടി സ്റ്റേഷൻ പരിധിയിൽ ഷനീഷിനെതിരെ കേസുണ്ട്. കുട്ടികളുടെ ബന്ധുക്കളും നാട്ടുകാരും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഞങ്ങൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സനീഷ് പറഞ്ഞൊരു ഏട്ടൻ മദ്യപിച്ച അബോധാവസ്ഥയിൽ ഞങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നു. ഞങ്ങളുടെ നിന്ന് ബോൾ പിടിച്ച് വാങ്ങി. ഒരു ചെക്കൻ്റെ ഷോൾഡർ പിടിച്ച് വലിക്കുകയും അമ്മയ്ക്ക് വിളിക്കുക, അച്ഛനെ വിളിക്കുകയൊക്കെ കുറേ സംഭവം ഉണ്ടായി. ഞങ്ങളതിനെ മർദ്ദിക്കാൻ വന്നു. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മാമേനെ വിളിച്ചിട്ട് മാമ വന്ന് കളിച്ചോളാൻ പറഞ്ഞപ്പോൾ ഇവിടെ ആള് മാമയായിട്ട് അലമ്പുണ്ടാക്കാൻ വന്നു. അടിയായി. അങ്ങനെ ഏട്ടന്മാരെ കൂടി ആൾക്കാർ വന്നു. എന്നിട്ട് അടിച്ചു. ഏട്ടനൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അരിമ്പൂർ വെളുക്കമാടം പാടശേഖരത്തിന്റെ അടമ്പംചാൽ ബണ്ട് റോഡ് ഭാഗികമായി ഇടിച്ചു. ഏതാനും മാസം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച ബണ്ടാണ് ഇടിഞ്ഞത്. 1.7 മീറ്റർ ഉയരത്തിലും 650 മീറ്റർ നീളത്തിലുമാണ് ബണ്ട് റോഡ് നിർമ്മിച്ചിരുന്നത്. ഘട്ടം ഘട്ടമായി മണ്ണടിച്ചുയർത്തേണ്ടിയിരുന്ന ബണ്ട് ഒറ്റയടിക്ക് അശാസ്ത്രീയമായി നിർമ്മിച്ചതാണ് ഇടിയാൻ കാരണമായതെന്ന് കർഷകർ പറയുന്നു. ഏകദേശം 3 മീറ്റർ വീതിയിൽ മണ്ണ് ബണ്ടിൽ നിന്നും കോൾപ്പാടത്തേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്യാതെ അടുത്ത വർഷം കൃഷിയിറക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. ഈ മണ്ണ് നീക്കം ചെയ്ത് പാടം കൃഷിയോഗ്യമാക്കാൻ വലിയ ചെലവ് വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. ആവശ്യമായ പഠനം നടത്താതെയും മുൻകരുതലുകൾ എടുക്കാതെയുമാണ് KLDCയും കരാറുകാരനും ബണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചതെന്നാണ് ആക്ഷേപം. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ഈ ബണ്ടിന് മേലെക്കൂടെ ഭാരമുള്ള അല്ലെങ്കിൽ ലോഡിംഗ് വാഹനം കയറി ഈ മണ്ണിനെ ഒന്ന് അമർത്തുന്ന പ്രവർത്തനം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായാണ് മഴ പെയ്യുമ്പോഴേക്കും ഈ ബണ്ടിൻ്റെ ഏകദേശം പകുതി ഇടിഞ്ഞു പോവുകയും കർഷകർ വലിയ ആശങ്കയിലും ആവുകയുണ്ടായി. അടിയന്തരമായി KLDC ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലം സന്ദർശിച്ച് ഇതിനുണ്ടായ നഷ്ടവും അതുപോലെ തന്നെ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് പഠിച്ച് കർഷകരെ സംരക്ഷിക്കുന്നതിനും ആവശ്യമായ നടപടി അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. കേരള കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസന്റെ നേതൃത്വത്തിൽ സംയുക്ത പാടശേഖര സമിതി സെക്രട്ടറി KK അശോകൻ, കേരള കർഷക സംഘം മണലൂർ ഏരിയ പ്രസിഡന്റ് AK ഹുസൈൻ, കർഷക സംഘം നേതാക്കൾ തുടങ്ങിയവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ബണ്ട് ഇടിഞ്ഞ ഭാഗത്തെ നെൽപ്പാടം കൃഷിയോഗ്യമാക്കാൻ KLDC നടപടിയെടുത്തില്ലെങ്കിൽ പാടം തരിശിടേണ്ടി വരുമെന്ന നിലപാടിലാണ് കർഷകർ. TCV തൃശൂർ. വടക്കാഞ്ചേരി കുമരനല്ലൂരിൽ താമസക്കാരില്ലാത്ത വീട് കുത്തി തുറന്ന മോഷണത്തിന്റെ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കറുവണ്ണ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ശ്രീദേവി നിവാസിൽ ഗോപിനാഥന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ അലമാരകൾ കുത്തി തുറന്ന് വസ്ത്രങ്ങളടക്കമുള്ള സാധനങ്ങൾ വലിച്ചുവാരിയിട്ടിട്ടുണ്ട്. ഗോപിനാഥനും കുടുംബവും അമേരിക്കയിലുള്ള മകളുടെ വീട്ടിലാണ്. പോകുന്ന വിവരം വടക്കാഞ്ചേരി പോലീസിൽ അറിയിക്കുകയും സ്വർണ്ണമടക്കമുള്ള വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ ബാങ്ക് ലോക്കറിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. 1500ഓളം രൂപ മാത്രമാണ് നഷ്ടപ്പെട്ടത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കുന്നംകുളം റോഡിന് അരികിലെ വീടിന് സമീപം മോഷ്ടാവ് എത്തുന്നതും വാതിൽ തുറന്ന് അകത്ത് കയറുന്നതും നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഹെൽമറ്റും മാസ്കും ധരിച്ചാണ് മോഷ്ടാവ് എത്തിയത്. വീട് സൂക്ഷിപ്പുകാരൻ ഉച്ചയോടെ സ്ഥലത്തെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. മോഷ്ടാവിനെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷൻ കെട്ടിടത്തിന് മുകളിൽ നിന്നും ഇരുമ്പ് മേൽക്കൂര MO റോഡിൽ നിലം പതിച്ചതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാജൻ ജയപ്പലിനും ഉപനേതാവ് EV സുനിൽ രാജും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. ഏപ്രിൽ 22-ാം തീയതി ഉണ്ടായ കാറ്റിലും മഴയിലും കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന മേൽക്കൂര ഇളകി നിൽക്കുന്ന അപകടാവസ്ഥയിലായിരുന്നു. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യം അറിവുണ്ടായിട്ടും 1 മാസക്കാലം യാതൊരു നടപടികളും സ്വീകരിച്ചില്ലെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. അപകടാവസ്ഥയിലുള്ള പഴയ കെട്ടിടങ്ങൾ പൊളിക്കാതിരിക്കുന്നതും സംഭവത്തിൽ ഉത്തരവാദികൾക്കെതിരെ
സംരക്ഷിക്കാൻ CPM നേതൃത്വം ശ്രമിച്ചാൽ കൗൺസിലിന് അകത്തും പുറത്തും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പിൻകോഡുകളിലൂടെ മേലുല്ലാസം പറയുന്ന രീതിക്ക് അവസാനമാകുന്നു. ഡിജിപിൻ അവതരിപ്പിച്ച് പോസ്റ്റൽ വകുപ്പ്. ഇനി ഡിജിപിൻ മേൽവിലാസത്തിന്റെ കാലം. പോസ്റ്റൽ അഡ്രസ്സിലെ പിൻകോഡിന് വിട. വീടിനോ സ്ഥാപനത്തിനോ കൃത്യമായ ലൊക്കേഷൻ കാണിക്കുന്നതാണ് ഡിജിപിൻ. പോസ്റ്റൽ വകുപ്പാണ് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. 10 അക്ക ഡിജിറ്റൽ കോഡാണ് ഡിജിപിനിലുള്ളത്. വീടോ സ്ഥാപനമോ എവിടെയാണെന്ന കൃത്യമായ വിവരമാണ് ഡിജിപിൻ വഴി ലഭിക്കുക. ഡിജിപിൻ ലഭിക്കാൻ സർക്കാർ വെബ്സൈറ്റ് സന്ദർശിച്ച് സ്വന്തം കെട്ടിടം കണ്ടെത്തി കോഡ് കണ്ടെത്താം. ഇതിനായുള്ള വെബ്സൈറ്റ് തയ്യാറായി കഴിഞ്ഞു. ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിദൂര സ്ഥലങ്ങളിൽ ഡിജിപിൻ ഗുണകരമാകും. കത്തിടപാടുകൾക്കും ആംബുലൻസ് തുടങ്ങിയ അത്യാഹിത സേവനങ്ങൾക്കും കൃത്യമായി എത്തിച്ചേരാൻ ഡിജിപിൻ സഹായകമാകും. 4 മീറ്റർ ചുറ്റളവിലുള്ള കൃത്യമായ ലൊക്കേഷൻ ഇതിലൂടെ കണ്ടെത്താനാകും. ഓഫ്ലൈനായും ഡിജിപിൻ ഉപയോഗിക്കാം. ISROയുമായി സഹകരിച്ച് IIT ഹൈദരാബാദും NRSCയും ചേർന്നാണ് ഈ ജിയോ കോഡഡ് ഡിജിറ്റൽ വിലാസ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. TCV തൃശൂർ. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പെരിങ്ങാവ് ഗാന്ധിനഗർ സന്ദർശിച്ചു. ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ ഹാളിൽ നടന്ന ചർച്ചയിൽ പ്രദേശത്തെ പരിചയസമ്പന്നരായ ആളുകൾ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രിയുമായി പങ്കുവച്ചു. മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുവാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 1.5 കോടി രൂപ MP ഫണ്ടിൽ നിന്ന് നൽകാമെന്ന് മന്ത്രി ഉറപ്പു നൽകി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ, തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് C. രഘുനാഥ് മേനോൻ, മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ തുടങ്ങിയവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് 3 or 4 ഇവിടെ എത്തിയിരുന്നു, ഈ പറയുന്ന സ്പിൽവേയിൽ എത്തിയിരുന്നു. അത് മുഴുവനും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ. തൃശൂർ നഗരത്തിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളിൽ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിൽ അലംഭാവം കാണിച്ചുവെന്ന ആരോപണം കോർപ്പറേഷൻ നേരിടുമ്പോഴും തകർന്നു വീഴാറായ കെട്ടിട ഉടമകൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ രേഖാമൂലം കത്തുകൊടുത്ത് തൃശൂർ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം. MO റോഡിലെ കെട്ടിട ഉടമയ്ക്കാണ് ബലക്ഷമതാ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുവാൻ ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ കത്ത് നൽകിയിട്ടുള്ളതെന്ന് കോർപ്പറേഷൻ കൗൺസിലർ ജോൺ ഡാനിയൽ ആരോപിച്ചു. ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ കോർപ്പറേഷന് അധികാരമുണ്ടെന്നിരിക്കെയാണ് കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നതെന്ന് ജോൺ ഡാനിയൽ കുറ്റപ്പെടുത്തി. KSEB ബില്ലുകൾ സൂക്ഷിച്ചു വെക്കേണ്ട. ഒറ്റ ക്ലിക്കിൽ KSEB ആപ്പിൽ പഴയ ബില്ലുകൾ ലഭിക്കും. വൈദ്യുതി ബില്ലിൽ രേഖപ്പെടുത്തിയ വിശദാംശങ്ങൾ മാഞ്ഞു പോകുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് പരാതിയുണ്ടായിരുന്നു. KSEB ആപ്പ് ഉണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട. പഴയ ബില്ലുകളും ഇതിലൂടെ കാണാനാകും, ഡൗൺലോഡ് ചെയ്യുകയുമാകാം. ലോഗിൻ ചെയ്യാതെ 13 അക്ക കൺസ്യൂമർ നമ്പറും OTPയും നൽകി അനായാസം ബില്ലടയ്ക്കാനാകും. വൈദ്യുതി ഉപയോഗം സംബന്ധിച്ച് വിവരങ്ങൾ അറിയാൻ ബിൽ കാൽക്കുലേറ്ററും തയ്യാർ. ഇതിൽ ഉപയോഗത്തിനനുസരിച്ചുള്ള വൈദ്യുതി ബിൽ കണക്കാക്കി ആസൂത്രണത്തിലൂടെ അധിക ചെലവ് കുറയ്ക്കാനാകും. ഉപഭോക്താക്കൾക്ക് പല കൺസ്യൂമർ നമ്പറുകളിലുള്ള ബില്ലുകൾ ഒരുമിച്ച് അടയ്ക്കാനാകും. IOA ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിൽ പരിഷ്കരിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. TCV തൃശൂർ. ഹൃദ്രോഗ ചികിത്സയിൽ ചരിത്ര അധ്യായം കുറിച്ച് തൃശൂർ ജനറൽ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം. 48 വയസ്സ് പ്രായമുള്ള സ്ത്രീക്കാണ് ആശുപത്രിയിൽ അട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് ഡിവൈസ് ക്ലോഷർ എന്ന ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. ജന്മന ഹൃദയഭാഗത്തുണ്ടാകുന്ന ദ്വാരത്തെ ഒരു ഉപകരണം വെച്ച് അടയ്ക്കുന്ന അപൂർവമായുള്ള ശസ്ത്രക്രിയയാണ് ASD ഡിവൈസ് ക്ലോഷർ. കീഹോൾ വഴിയാണ് ചെയ്തിട്ടുള്ളത്. കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റുമാരായ ഡോക്ടർ A. കൃഷ്ണകുമാർ, ഡോക്ടർ വിവേക് തോമസ് എന്നിവർ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ഡോക്ടർമാരുടെ സംഘത്തെ മേയർ MK വർഗീസ് അഭിനന്ദിച്ചു. കേരള ലോട്ടറിയുടെ സമ്മാനഘടന വീണ്ടും പരിഷ്കരിച്ചു. കഴിഞ്ഞ മെയ് 2-ാം തീയതി സമ്മാനഘടന മാറ്റിയതിനെ തുടർന്ന് ലോട്ടറി വിൽപ്പനക്കാർക്കിടയിൽ വൻ പ്രതിഷേധമുയർന്നിരുന്നു. ടിക്കറ്റ് വിൽപ്പന പകുതിയായി കുറഞ്ഞതായും ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുവാനുള്ള ആവില്ലെന്നുമുള്ള പരാതി TCV വാർത്ത നൽകിയിരുന്നു. പുതിയ സമ്മാനഘടന പ്രകാരം 50 രൂപയുടെ സമ്മാനം ഒഴിവാക്കി 2000 രൂപ, 200 രൂപയുടെ സമ്മാനങ്ങൾ നറുക്കെടുപ്പിൽ വീണ്ടും ഇടം പിടിച്ചു. ഇതേസമയം 500, 100 രൂപയുടെ സമ്മാനങ്ങൾ കുറച്ചു. 5000 രൂപയിൽ താഴോട്ടുള്ള തുകയിലാണ് സമ്മാനഘടനയിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. സംഗീതം ഏറ്റവും അടുത്തു നിൽക്കുന്നത് സാഹിത്യവുമായിട്ടാണെന്നും എന്നാൽ സാഹിത്യകാരന്മാർക്ക് വേദികൾ കുറവാണെന്നും സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ പറഞ്ഞു. തപസ്യ കലാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാടമ്പ് കുഞ്ഞുകുട്ടൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശാ മേനോൻ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ
തപസ്യ കലാ സാഹിത്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ TP സുധാകരൻ, സംസ്ഥാന സെക്രട്ടറി TS നീലാംബരൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CC സുരേഷ്, പുരസ്കാര ജേതാവ് ആശാ മേനോൻ, സുനിത സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. എനിക്ക് കൂടുതൽ ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ല കേട്ടോ. ഞാൻ പറയാം, ഞാൻ 45 വർഷമായിട്ട് ചെന്നൈയിൽ ഇവിടെ വന്നിട്ട് കുറേശ്ശെ പിച്ചു വെച്ച് നടക്കുകയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി സ്വർണ്ണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,130 രൂപ, പവന് 73,040 രൂപ. വെള്ളി ഗ്രാമിന് 113 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,716 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഉത്സവങ്ങൾക്ക് ആനയൊഴിഞ്ഞുണ്ടാകുന്ന ആക്രമണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കുമുള്ള ബാധ്യത ഉടമയ്ക്കും പാപ്പാന്മാർക്കുമാണെന്ന കോടതി ഉത്തരവിനെതിരെ ആനയുടമകളും പാപ്പാന്മാരും രംഗത്ത്. സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങി ആനയുടമകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം വന്നതോടെ നിരവധി കെട്ടിടങ്ങൾക്ക് നമ്പർ മാറും. സംസ്ഥാനത്ത് 1.5 കോടി കെട്ടിടങ്ങൾക്ക് നമ്പർ മാറിയേക്കും. തൃശൂർ പടിഞ്ഞാറേക്കോട്ട പൂങ്കുന്നം റോഡിൽ ഫുട്പാത്തിൽ പൊതു ശൌചാലയങ്ങൾ നിർമ്മിക്കുന്നുവെന്ന് ആരോപണം. കോർപ്പറേഷനെതിരെ പരാതിയുമായി പരിസരവാസികൾ. തൃശൂർ കോർപ്പറേഷന്റെ കൂർക്കഞ്ചേരി സോണൽ ഓഫീസ് നവീകരണത്തിന്റെ ഭാഗമായി നെടുപുഴയിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സോണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. വിദ്യാഭ്യാസ വായ്പയിലെ മുഴുവൻ തുകയും അടച്ചിട്ടും വായ്പ ക്ലോസ് ചെയ്തു തരുന്നില്ലെന്ന ആക്ഷേപം. കളക്ടർക്കും പോലീസിലും പരാതി നൽകി ഉള്ളൂർ സ്വദേശികളായ ദമ്പതികൾ. ത്യാഗസ്മരണയിൽ ബലിപ്പെരുന്നാൾ നാളെ. ബലിപ്പെരുന്നാൾ ആഘോഷിക്കാനൊരുങ്ങി മുസ്ലിം വിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ തോട്ടത്തിൽ പുലി ഇറങ്ങി പശുക്കിടാവിനെ കൊന്നു. ആളുകളുടെ ശബ്ദം കേട്ട് പുലി കാട്ടിലേക്ക് ഓടിപ്പോയി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.